ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് എക്കണോമിക്സിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു ടോപ്പിക്കാണ് മോണോപ്പൊളി. ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് മോണോപ്പൊളി. ഈ വീഡിയോയിൽ എന്താണ് മോണോപ്പൊളി, ദെൻ ഫീച്ചേഴ്സ് ഓഫ് മോണോപ്പൊളി, ടൈപ്സ് ഓഫ് മോണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപ്പൊളി, അത് ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും, ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി. ഇത്ര ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് മോണോപ്പൊളി എന്ന് നോക്കാം. മോണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് there is a single seller sells a product or service which has no substitute. എന്ന് പറഞ്ഞാൽ എന്താ, മൊണോപ്പൊളി എന്ന് പറഞ്ഞ മാർക്കറ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ഒരേ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സെല്ലർ ഒരു പ്രൊഡക്റ്റ് സെയിൽസ് നടത്തും അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കും സെയിൽസ് നടത്തുന്നുണ്ടാവുക. വിച്ച് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് പകരം വയ്ക്കാൻ ആ മാർക്കറ്റിൽ വേറൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ദർ ഈസ് ഓൺലി വൺ സെല്ലർ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതാണ്, ദ പ്രൊഡക്റ്റ് ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആ പ്രൊഡക്റ്റിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടില്ല. ദെൻ ദ എൻറ്റയർ മാർക്കറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സിംഗിൾ സെല്ലർ. ഈ മോണോപ്പൊളിസ്റ്റ് അല്ലെങ്കിൽ ഈ സിംഗിൾ സെല്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ മാർക്കറ്റ് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. ദ മോണോപ്പൊളിസ്റ്റ് ഫിക്സസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ആ സിംഗിൾ സെല്ലർ അല്ലെങ്കിൽ ആ മോണോപ്പൊളിസ്റ്റ് ആണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. എത്ര രൂപയ്ക്കാണ് ആ പ്രൊഡക്റ്റ് വിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇയാൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീ ഈസ് ദ പ്രൈസ് മേക്കർ, നോട്ട് ദ പ്രൈസ് ടേക്കർ. ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഈ മോണോപ്പൊളിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് പ്രൈസ് മേക്കർ എന്ന് പറയാം. ഓക്കെ, പ്രൈസ് ടേക്കർ ആരാണ്? വേറൊരാൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് വേറൊരാൾ ഫിക്സ് ചെയ്ത പ്രൈസിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴാണ് പ്രൈസ് ടേക്കർ ആകുന്നത്. പക്ഷേ മോണോപ്പൊളിയുടെ കേസിൽ അയാൾ തന്നെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് ഹീ ഈസ് ദ പ്രൈസ് മേക്കർ. നെക്സ്റ്റ് വൺ, ന്യൂ ഫേംസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ് ഈസിലി. ആ ഒരു മാർക്കറ്റിലേക്ക് പുതിയ ഫേംസിന് എൻട്രി ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി. അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഓൾറെഡി ആ മോണോപ്പൊളിയിലുള്ള ആ പ്രൊഡ്യൂസർ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു പ്രൊഡക്റ്റ് വരിക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ദ ഫേം ആൻഡ് ദ ഇൻഡസ്ട്രി ആർ വൺ ആൻഡ് ദ സെയിം. മൊണോപ്പൊളിയുടെ കേസിൽ ഫേമും ഇൻഡസ്ട്രിയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൊണോപ്പൊളിയുടെ ടൈപ്സ് ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മൊണോപ്പൊളി? മെയിനായിട്ടും 5 ടൈപ്സ് ആണുള്ളത്. നാച്ചുറൽ മൊണോപ്പൊളി, ലീഗൽ, സോഷ്യൽ, വോളണ്ടറി ആൻഡ് സർവീസ് മൊണോപ്പൊളി. നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് വരുന്ന മൊണോപ്പൊളിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു റിസോഴ്സസ് അവൈലബിൾ ആണ്, വേറെ എവിടെ അവൈലബിൾ അല്ലെങ്കിൽ ആ റിസോഴ്സസ് കൊണ്ടുണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന അവിടെയുള്ളവർ മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഒരു ഏരിയയിൽ മാത്രമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മൊണോപ്പൊളി റൈറ്റ്സ് അല്ലെങ്കിൽ മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ആ ഏരിയയിലുള്ള കമ്പനീസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ലീഗൽ മൊണോപ്പൊളി. ലീഗൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ചിലർക്ക് മാത്രം ഒരു പ്രൊഡക്റ്റ് സെയിൽ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു എങ്കിൽ അങ്ങനെ വരുന്ന മൊണോപ്പൊളിനെയാണ് നമ്മൾ ലീഗൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സോഷ്യൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് നടത്തുന്നത് ഗവൺമെൻറ് മാത്രമായിരിക്കും. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ മാത്രമേ അത് നടത്താൻ പാടുള്ളൂ എന്ന് വരുന്ന സിറ്റുവേഷനിലാണ് സോഷ്യൽ മൊണോപ്പൊളി വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഇതൊക്കെ സോഷ്യൽ മൊണോപ്പൊളിയുടെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ, വോളണ്ടറി മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലർ
അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മോണോപ്പൊളി ആവുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാമ്പിൾ പറയുമ്പം പല സിമെൻറ്റ് കമ്പനികളുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ACC സിമെൻ്റാണ് എല്ലാ സിമെൻറ്റുകളുടെയും കൺട്രോൾ ഏറ്റെടുത്ത് പ്രൈസൊക്കെ ഫിക്സ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ കമ്പനി മുന്നോട്ട് വരുന്ന സിറ്റുവേഷനെയാണ് വോളണ്ടറി മോണോപ്പൊളി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് സർവീസ് മോണോപ്പൊളി. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ കേസിൽ മാത്രമല്ല മോണോപ്പൊളി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉള്ളത്, സർവീസിൻ്റെ കേസിലും വരാം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയ ആണ്, ഒരു റൂറൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഹോസ്പിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഏരിയയിൽ ആ ഒരു ഹോസ്പിറ്റൽ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ സർവീസ് മോണോപ്പൊളി എന്ന് പറയുന്നത്. ഇങ്ങനെ മോണോപ്പൊളിയുടെ ഓരോ ടൈപ്പ് ഓഫ് ഫീച്ചർ അനുസരിച്ചിട്ട് 5 രീതിയിൽ അല്ലെങ്കിൽ 5 ടൈപ്പായിട്ട് മോണോപ്പൊളീനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നോക്കുന്നത് മോണോപ്പൊളിയിലെ ഡിമാൻഡും റവന്യൂ കോസ്റ്റും, ഇതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കേർവ്സ് എങ്ങനെയാണ് എന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ഈ ടേബിളിൽ മോണോപ്പൊളി സിറ്റുവേഷനിൽ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഒക്കെ എങ്ങനെയായിരിക്കുമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കോളം ഔട്ട്പുട്ടാണ്, സെക്കൻഡ് കോളം പ്രൈസ്, തേർഡ് കോളം ടോട്ടൽ റവന്യൂ, ഫോർത്ത് കോളം ആവറേജ് റവന്യൂ, ലാസ്റ്റ് കോളം മാർജിനൽ റവന്യൂ. ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. 1 2 3 1 2 3 ഔട്ട്പുട്ട് കൂടിക്കൊണ്ട് വരുന്ന സമയത്ത് പ്രൈസ് കുറയാണ് ചെയ്തത്. അത് അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. കാരണം മോണോപ്പൊളി ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ അവരുടെ പ്രൈസ് കുറച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് കുറയുന്നു. ദെൻ ടോട്ടൽ റവന്യൂ നമുക്ക് എങ്ങനെ കിട്ടുക? ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻറ്റു പ്രൈസ് ചെയ്താൽ ടോട്ടൽ റവന്യൂ കിട്ടും. സോ ഇവിടെ 10 × 1 10, 9 × 2 18, 8 × 3 24. ഇങ്ങനെ ടോട്ടൽ റവന്യൂവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. 10, 18, 24 എന്ന് പറഞ്ഞ് കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആവറേജ് റവന്യൂ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ റവന്യൂവിനെ നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. ഹിയർ ആവറേജ് റവന്യൂ 10, 9, 8. അപ്പം മോണോപ്പൊളിയുടെ സിറ്റുവേഷനിൽ ആവറേജ് റവന്യൂ ഡിക്രീസിങ് ആയിരിക്കും, കുറഞ്ഞു വരും. ആൻഡ് ലാസ്റ്റ് വൺ ആണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു യൂണിറ്റും കൂടി അധികമായിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ റവന്യൂവിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഹിയർ മാർജിനൽ റവന്യൂ 10, 8, 4. അപ്പോൾ മാർജിനൽ റവന്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഡിമാൻഡും റവന്യൂ കോസ്റ്റ് മോണോപ്പൊളി സിറ്റുവേഷനിൽ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇതിനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫിൽ നോക്കുമ്പോൾ ഇവിടെ കാണാം ഡിമാൻഡ് കേർവ്, AR കേർവ്, പ്രൈസ് കേർവ് അത് സെയിം ആയിരിക്കും. ഓക്കെ, ആവറേജ് റവന്യൂവും പ്രൈസും സെയിം ആണെന്ന് നമ്മൾ ടേബിളിൽ നേരത്തെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെ വരുന്ന ഒരു കർവാണ് MR കർവ്. MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ കർവ്. 2 കേർവും ഡൗൺവേർഡ് ഫാളിംഗ് ആണ്, അല്ലെങ്കിൽ താഴോട്ട് വരുന്ന രീതിയിലാണ് 2 കേർവുകളുള്ളത്, ഡിക്രീസിങ് ആണ്. പക്ഷേ AR കർവിൻ്റെ താഴെയായിരിക്കും എപ്പോഴും MR കർവ് ഉണ്ടാവുക. അതായത് AR കർവ് ഡിക്രീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് MR കർവ് ഡിക്രീസ് ചെയ്യുന്നതാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ മോണോപ്പൊളി സിറ്റുവേഷനിൽ AR കർവും MR കർവും ഇങ്ങനെ ഒരു ഡൗൺവേർഡ് ഫാളിംഗ് കർവ് ആയിരിക്കും. ആൻഡ് MR വിൽ ഓൾവേസ് ബിലോ ദ AR കർവ്. MR എപ്പോഴും ARൻ്റെ താഴെയായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇക്വിലിബ്രിയം അണ്ടർ മോണോപ്പൊളിയിൽ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ്. അത് 2 രീതിയിൽ നോക്കുന്നുണ്ട്, ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും. ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം ഒബ്റ്റെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് MC = MR. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നമ്മൾ മോണോപ്പൊളി സിറ്റുവേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം വരുന്നത് 3 സിറ്റുവേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ, നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഫേം ലോസ് ഇൻകർ ചെയ്യുന്ന സിറ്റുവേഷൻ. അതായത് മോണോപ്പൊളി സിറ്റുവേഷനാണ് ഒരു സിംഗിൾ സെല്ലറേ ഉള്ളൂ എങ്കിലും ഷോർട്ട് റണ്ണിൽ അയാൾക്ക് ഈ 3 സിറ്റുവേഷനിൽ ഏതും സംഭവിക്കാം. ഒന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ ഒരു നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇല്ലെങ്കിൽ അയാൾ ചിലപ്പം ലോസും ഇൻകർ ചെയ്യാം ഇൻ ദ ഷോർട്ട് പീരീഡ്. അപ്പം ഈ 3 സിറ്റുവേഷനും എങ്ങനെയാണ് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം.
സോ ആദ്യത്താണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ സിറ്റുവേഷൻ. സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക എവിടെയാണ് ഇക്വിലിബ്രിയം വരുന്നത് നോക്കാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. MRഉം MCയും ഈക്വൽ ആവുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ MR കേർവ് കാണാം, ഒരു ഡൗൺവേർഡ് ഫാളിംഗ് കേർവ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഡൗൺവേർഡ് ഫാളിംഗ് ആയിട്ട് AR കർവ് കാണാം. ദെൻ MC കേർവ് ഒരു U ഷേപ്പിൽ MC കേർവും ഒരു U ഷേപ്പിൽ ആവറേജ് കോസ്റ്റ് കേർവും, ഇങ്ങനെയാണ് കേർവ്സ് ഉണ്ടാവുക. അപ്പം MCയും MRഉം കൂട്ടിമുട്ടിയ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റായിട്ട് എന്ന പോയിന്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, MCയും MRഉം ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ദെൻ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കും. താഴേക്ക് എല്ലാ കേർവ്സിനെയും കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആ ലൈൻ വരയ്ക്കുമ്പോൾ അത് ആവറേജ് റവന്യൂവിനെയും ആവറേജ് കോസ്റ്റിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യും. ആവറേജ് റവന്യൂവിനെയും ആവറേജ് കോസ്റ്റിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ് എന്തിനാണ്? നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഫേം പ്രോഫിറ്റോ ലോസോ ആണ് ഫേം ഏൺ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ കോസ്റ്റും റവന്യൂവും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് കർവിൽ എവിടെയാണത് ടച്ച് ചെയ്യുന്നത്, ആവറേജ് റവന്യൂ കർവിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അത് രണ്ടും നമ്മൾക്ക് മാർക്ക് ചെയ്തിട്ട് Y ആക്സിസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ആ രണ്ട് പോയിന്റിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് Y ആക്സിസിലേക്ക് വരയ്ക്കാം. ദെൻ ആ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ, അതാണ് ഫേമിൻ്റെ പ്രോഫിറ്റ്. ഈ കേസിൽ പ്രോഫിറ്റ് ആണ്, കാരണം ആവറേജ് റവന്യൂ ആണ് ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതൽ. ആവറേജ് റവന്യൂവിനെയും കോസ്റ്റിനെയും കട്ട് ചെയ്ത പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ മനസ്സിലാവും ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ മുകളിലാണ്. അപ്പോൾ റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടുതലാകുമ്പോൾ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനാണ് ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം സീറോ പ്രോഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ്, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തുള്ള സിറ്റുവേഷനാണ് നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് MR, AR, AC, MC ഈ 4 കേർവ്സും കാണാം. ദെൻ MCയും MRഉം കട്ട് ചെയ്യുന്നത് SMC എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആയതുകൊണ്ടാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും SAC. അപ്പം MCയും MRഉം കട്ട് ചെയ്യുന്ന പോയിന്റാണ് എന്ന് പറഞ്ഞ് ഇക്വിലിബ്രിയം പോയിന്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ പോയിന്റിൽ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ആവറേജ് കോസ്റ്റിനെയും ആവറേജ് റവന്യൂവിനെയും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലായിരിക്കും അത് കട്ട് ചെയ്യുന്നത്. സോ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ ഇവിടെ ഈക്വൽ ആണ്. അപ്പം കോസ്റ്റും കൂടുതലല്ല റവന്യൂവും കൂടുതലല്ല. അപ്പം നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സീറോ പ്രോഫിറ്റ് എന്നൊക്കെ ഈ സിറ്റുവേഷനെ നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനാണ് എങ്ങനെയാണ് ഫേം ലോസ് ഏൺ ചെയ്യുന്ന സിറ്റുവേഷനിൽ. അപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ MR, AR ആവറേജ് കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് കേർവ്സ് കാണാം. MCയും MRഉം കട്ട് ചെയ്യുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ ആവറേജ് കോസ്റ്റിനെയും ആവറേജ് റവന്യൂവിനെയും കട്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് കിട്ടും. അത് നമ്മൾ Y ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത്. അത് ലോസ് ആവാനുള്ള കാരണം ആവറേജ് റവന്യൂവിനേക്കാൾ മുകളിലാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് റവന്യൂവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ സിറ്റുവേഷനെ നമ്മൾ ലോസ് ആയിട്ട് കണക്കൂട്ടുന്നത്. ഓക്കെ, ഇതാണ് ഷോർട്ട് റണ്ണിലുള്ള 3 സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ ലോങ് റൺ എന്ന് പറയുമ്പം വെരി ലോങ് പീരീഡ്, ഒരു കുറേ കാലയളവിൽ ഫേമിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ലോങ് റണ്ണിൽ ഫേമിന് ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് മോണോപ്പൊളി സിറ്റുവേഷനിൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടെയും ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് MCയും MRഉം ഈക്വൽ ആവുന്നൊരു പോയിന്റിൽ തന്നെയായിരിക്കും. ആൻഡ് ലോങ് റണ്ണിൽ നമുക്കിങ്ങനെ 3 സിറ്റുവേഷനായിട്ടൊന്നും പഠിക്കാനില്ല, ആകെ ഒരൊറ്റ സിറ്റുവേഷനേ ഉള്ളൂ, ഫേം ഏൺസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഒരു മൊണോപ്പൊളിയാണ്. മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെല്ലറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലോങ് റണ്ണിൽ എന്തായാലും അവർക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നഷ്ടമായിരുന്നെങ്കിൽ ഷോർട്ട് റണ്ണിൽ തന്നെ അവർ നിർത്തി പോകുമായിരുന്നു. ഓക്കെ, അപ്പോൾ ലോങ് റണ്ണിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. കേർവ്സ് എല്ലാം അതുപോലെ തന്നെ MCയും AC കേർവ്സും ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റുമാണ് കാണിച്ചിരിക്കുന്നത്, LMC LAC എന്ന് പറഞ്ഞു. അപ്പോൾ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും കൂടെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ്.
ദെൻ അവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു വര വരയ്ക്കുമ്പോൾ ആവറേജ് റവന്യൂവിനെയും ആവറേജ് കോസ്റ്റിനെയും കട്ട് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ദെൻ ആ ഏരിയ ആയിരിക്കും പ്രോഫിറ്റ്, ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏരിയ ആണ്. അതൊരു നല്ല വിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ലോങ് റണ്ണിലെ ഇക്വിലിബ്രിയം, മോണോപോളിയിൽ ഇക്വിലിബ്രിയം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും തമ്മിലുള്ള ഡിഫറൻസ്. കുറേ ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ ഡിഫറൻസസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. 2 വീഡിയോയും ശ്രദ്ധിച്ച് കേട്ടവർക്ക് ഇതിൽ കൂടുതൽ ഡിഫറൻസസ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ മെനി സെല്ലേഴ്സ് ബട്ട് ഇൻ മോണോപോളി സിംഗിൾ സെല്ലർ മാത്രമാണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സെല്ലേഴ്സ് എത്ര പേരുണ്ടെന്നനുസരിച്ചിട്ടാണ് ആദ്യത്തെ ഡിഫറൻസിയേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മെനി സെല്ലേഴ്സ്, മോണോപോളിൽ സിംഗിൾ സെല്ലർ. നെക്സ്റ്റ് വൺ ആണ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഹോമോജിനസ് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുക. മോണോപോളിയിൽ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കുറേ സെല്ലേഴ്സ് ഉണ്ടെങ്കിലും അവരെല്ലാം ഒരുപോലത്തെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്. മോണോപോളിയിൽ അധികം വേറെ സെല്ലേഴ്സ് ഒന്നുമില്ല, ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു പ്രൊഡക്റ്റും അവൈലബിൾ ആയിരിക്കില്ല. ദെൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എൻട്രി ഈസ് ഫ്രീ ആൻഡ് ഈസി ബട്ട് ഇൻ മോണോപോളി എൻട്രി ഈസ് ബ്ലോക്ക്ഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയൊരു ഫേമിന് ആ മാർക്കറ്റിലേക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യുന്നത് എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളതാണ് ഈ ഒരു ഡിഫറൻസിയേഷനിൽ നോക്കിയിരിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അത് ഈസിയാണ്, എന്നാൽ മോണോപോളിയിൽ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നെക്സ്റ്റ് വൺ, കോമ്പറ്റീഷൻ്റെ ഒരു സ്റ്റിഫ്നെസ് എത്രയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത് വെച്ചിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ദർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇൻ മോണോപോളിയിൽ ദർ ഈസ് നോ കോമ്പറ്റീഷൻ. നെക്സ്റ്റ് വൺ ആണ് പ്രൈസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു സിംഗിൾ പ്രൈസ് ആയിരിക്കും മാർക്കറ്റിൽ പ്രിവെയിൽ ഉണ്ടാവുക. ആ പ്രൈസിൽ തന്നെയായിരിക്കും എല്ലാ സെല്ലേഴ്സും വിൽക്കുന്നുണ്ടാവുക. ബട്ട് ഇൻ മോണോപോളി ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും ഉണ്ടാവുക. സെല്ലറുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രൈസിൽ ചേഞ്ചസ് വരുത്തും. ദെൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ AR ആൻഡ് MR ആർ ഈക്വൽ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഈക്വൽ ആണ്. ബട്ട് ഇൻ മോണോപോളി MR കർവും AR കർവും ഡിഫറെൻ്റ് ആണ്. ആൻഡ് MR കർവ് AR കർവിൻ്റെ താഴെയായിരിക്കും. ഇനിയൊരു ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പറയാനാണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ AR കർവും MR കർവും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, പാരലൽ ടു ദ X ആക്സിസ്. ബട്ട് ഇൻ മോണോപോളി MR കർവും AR കർവും ഡൗൺവേർഡ് ഫാളിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ കുറച്ച് ഡിഫറൻസസ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലധികമായിട്ട് ഡിഫറൻസസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് മോണോപോളിനെ കുറിച്ച് പറയാനുള്ളത്. മോണോപോളി എന്താണ്, ടൈപ്സ് ഓഫ് മോണോപോളി, ഫീച്ചേഴ്സ് ഓഫ് മോണോപോളി, അതുപോലെ തന്നെ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും ഇക്വിലിബ്രിയം, ദെൻ ഡിഫറൻസസ് ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.